വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. മോഹൻലാൽ ചിത്രം എമ്പുരാന് റീസെൻസറിംഗ്. സിനിമയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വിവാദ ഭാഗങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ സെൻസർ ബോർഡ്. വിവാദ രാഷ്ട്രീയ ഭാഗങ്ങൾ നീക്കുമോ എന്നതാണ് ആകാംക്ഷ. സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി RSS രംഗത്തെത്തിയിരുന്നു. പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണെന്നായിരുന്നു ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശനം. എന്നാൽ സിനിമയ്ക്ക് BJP എതിരല്ല എന്ന് K. സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. റോഷിബാൽ വിവരങ്ങളുമായി, VS രഞ്ജിത്തും വിശദാംശങ്ങളുമായി. ആദ്യം റോഷിബാലിലേക്കാണ്. റോഷിബാൽ, ഇപ്പോൾ സിനിമയ്ക്ക് റീസെൻസറിംഗ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വിവാദ ഭാഗങ്ങൾ നീക്കും എന്നുള്ള സൂചനകളാണോ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എമ്പുരാൻ സിനിമ റിലീസായതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സിനിമയിലെ ചില രംഗങ്ങളാണ് ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടതും. അത് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണത്തിന് തുടക്കമിട്ടതും. പിന്നീട് അത് പക്ഷം പിടിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമായി. ഏതായാലും ഇതിൽ പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും അടക്കം വലിയ രീതിയിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സിനിമയിലെ രംഗങ്ങൾ അത് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത്. അതിൽ വിവാദ രാഷ്ട്രീയ ഭാഗങ്ങൾ അത് സിനിമയിൽ നിന്ന് വെട്ടിമാറ്റുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകാംക്ഷയോടെ സിനിമ തിയേറ്ററിൽ എത്തിയത് മുതൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണ്. ഇത് ലോകത്തെമ്പാടും 750 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസായത്. 5 ഭാഷകളിൽ ചിത്രം റിലീസായി. നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് ഗോകുലം ഗോപാലിന്റെ ഇടപെടലിന് പിന്നാലെ സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. അത് കൃത്യസമയത്ത് എത്താൻ തന്നെ ഇടപെടൽ വേണ്ടി വന്നു. അങ്ങനെ നിർമ്മാതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളടക്കം അഭിമുഖീകരിച്ച സിനിമയാണ്. ഒടുവിൽ ഈ സിനിമ എമ്പുരാൻ, ലൂസിഫർ 2 എമ്പുരാൻ സിനിമ അത് റീസെൻസറിങ്ങിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവാദ ഭാഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റുമോ എന്നതാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത്. ഏതായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. റോഷിബാൽ, സിനിമ കണ്ടതാണോ? ഞാൻ സിനിമ കണ്ടിട്ടില്ല. അതിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോഴും ഇത് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതാണോ ഇപ്പോൾ RSSനെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ? എന്താണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ ആ രൂപത്തിലുള്ള വിമർശനം കൂടി ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ റീസെൻസറിങ് ഏത് ഭാഗത്ത് വേണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ RSSന്റെ ആവശ്യം? സ്മൃതി, ഈ സിനിമയുടെ തുടക്കത്തിൽ ചില കലാപരംഗങ്ങൾ അതാണ് വിവാദമായതും അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. അത് ഗുജറാത്ത് ഗോത്ര കലാപങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അതുമായി സാമ്യതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട BJPയുടെ രാഷ്ട്രീയ നേതാക്കളെ ഉന്നമിട്ട് അവർക്കെതിരെയുള്ള നുണപ്രചാരണമാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നത്. ഏതാണ്ട് 180 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. അതിന്റെ തുടക്ക ഭാഗങ്ങളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഏതായാലും ഇനി ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റുമോ എന്നതാണ്. കാരണം സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിമർശനങ്ങൾ അതിലുള്ള BJP RSS പ്രതിനിധികൾ കൃത്യമായി എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല എന്നടക്കം ഉള്ള രീതിയിൽ BJPക്കകത്ത് തന്നെ വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സെൻസർ ബോർഡ്. ഇത് ഏതായാലും ഇതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റി കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിടുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാരണം അത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമായി തന്നെ വിലയിരുത്തപ്പെടും. ആ തരത്തിൽ വലിയ വിമർശനങ്ങളും വലിയ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡ് വളരെ കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കടുത്ത സമ്മർദ്ദം സെൻസർ ബോർഡിനുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് സ്മൃതി. കാരണം ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും വഴിയൊരുക്കിയ എമ്പുരാനിലെ ആ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം കൂടുതലായും ഉയർന്നത് ഈ ഭാഗത്താണ്. BJPയുടെ എല്ലാ നേതാക്കളും അങ്ങനെ ആവശ്യം ഉയർത്തിയില്ല. അവർ പരസ്യമായ ആവശ്യം ഉയർത്തിയില്ലെങ്കിൽ പോലും RSSന്റെ ഭാഗത്ത് നിന്ന് അത്തരം ആവശ്യം ഉയർന്നു എന്നടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.